നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. രൂപത വാർത്തകൾ. BCC സംഗമം നടത്തി പാളയം ഫെറോന BCC സമിതി. പാളയം ഫെറോനയിലെ BCC കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഇടവക BCC ഭാരവാഹികളുടെ സംഗമം നടത്തി. ഓഗസ്റ്റ് 10 ശനിയാഴ്ച വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്ന സംഗമം ഫെറോന BCC ഡയറക്ടർ ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയേൽ 2025 ജൂബിലി വർഷത്തെക്കുറിച്ചും ദണ്ഡവിമോചനത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു. 2025 ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനത്തിന് അവസരം നൽകുന്ന വിശുദ്ധ വാതിലുകൾ റോമിലെ 5 ബസിലിക്കകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള കത്തീഡ്രൽ ദേവാലയങ്ങളിലും ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉണ്ടാകുമെന്ന് വത്തിക്കാൻ ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജൂബിലി വർഷം ദണ്ഡവിമോചനം വിശ്വാസികൾക്ക് എപ്രകാരം സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചും വിശ്വാസികൾ പ്രത്യാശയോടെ തീർത്ഥാടകരാകുന്നതിനെക്കുറിച്ചും ക്ലാസ്സിൽ വിവരിച്ചു. ഭാരത സ്വാതന്ത്ര്യ ദിനാചരണവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഭാരത സ്വാതന്ത്ര്യ ദിനാചരണവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മോൺസിഞ്ഞൂർ വിൽഫ്രഡ് ദേശീയ പതാക ഉയർത്തി. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പാരിഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഫെഡറിൻ എൽ പെരേര, സെക്രട്ടറി ഇഗ്നേഷ്യസ് തോമസ്, ട്രഷറർ മാർഷൽ ബേസിൽ എന്നിവർ സംസാരിച്ചു. ദേവാലയ ഗായക സംഘം ദേശഭക്തിഗാനം ആലപിച്ചു. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥ. പുലർച്ചെ വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതെയായി. മുതലപ്പുഴയിൽ തുറമുഖ അഴിമുഖത്തിനടുത്ത് വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. ഒരാളെ കാണാതെയായി. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ 6 മണിക്കാണ് അപകടമുണ്ടായത്. കാണാതായത് അഞ്ചുതെങ്ങ് സ്വദേശി ബെനഡിക്റ്റാണ്. അപകടം സംഭവിക്കുമ്പോൾ ബോട്ടിൽ 4 പേരുണ്ടായിരുന്നു. സഹായരാജ്, അന്തോണീസ്, ലൂയിസ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർച്ചയായി മാറുകയാണ്. ഇതോടെ മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണം കാരണം മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കുടുംബ കേന്ദ്രീകൃത അജപാലനം നിർവഹിക്കുന്നവർ പരിശുദ്ധ കന്യകാമറിയത്തെ മാതൃകയാക്കണം. വട്ടിയൂർക്കാവ് ഇടവകയിലെ ഹോം മിഷൻ സമാപനത്തിൽ തോമസ് ടെനെറ്റോ മെത്രാപ്പോലിത്ത. അതിരൂപത BCC കമ്മീഷന്റെ നേതൃത്വത്തിൽ കുടുംബ കേന്ദ്രീകൃത അജപാലന ദൗത്യം നിർവഹിക്കുന്ന ഹോം മിഷൻ വട്ടിയൂർക്കാവ് ഇടവകയിൽ പൂർത്തിയായി. ഓഗസ്റ്റ് 10 ആരംഭിച്ച ഹോം മിഷൻ 3ാം ഘട്ടം അതിരൂപത വികാർ ജനറൽ മോൺസിഞ്ഞൂർ യൂജിനസ് പെരേര ഉദ്ഘാടനം ചെയ്തു. തിരുസഭയിൽ 2ാം വത്തിക്കാൻ കൗൺസിലോടെ ആരംഭിച്ച നവീകരണ പ്രക്രിയ അതിരൂപതയിൽ ഹോം മിഷനിലൂടെ കുടുംബ നവീകരണത്തിൽ എത്തി നിൽക്കുന്നതായി മോൺസിഞ്ഞൂർ യൂജിനസ് പെരേര അഭിപ്രായപ്പെട്ടു. അതിരൂപതയിൽ വിവിധ സന്യാസ ഭവനങ്ങളിലുള്ള 20 സന്യസ്തർ ഇടവകയിലെ ഭവനങ്ങളിൽ താമസിച്ചുകൊണ്ടാണ് ഹോം മിഷന്റെ 3ാം ഘട്ടം പൂർത്തീകരിച്ചത്. ഓരോ ഭവനങ്ങളും സന്ദർശിച്ചും സംവദിച്ചും പ്രാർത്ഥിച്ചും നടത്തിയ ഹോം മിഷന്റെ 4ാം ഘട്ടം ഇടവക വികാരി ഫാദർ ലോറൻസ് കുലാസിന്റെ മേൽനോട്ടത്തിൽ ഇടവക അജപാലന സമിതിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.